കേക്കിൻ്റെ ഷേപ്പ് ഉണ്ടാകും ഗൈസ്. ഈസ്റ്റ് വെച്ച് കേക്ക് ഉണ്ടാക്കാൻ നോക്കിയതാണ് ഗൈസ്. കേക്ക് ഞാൻ വെന്തെന്നും പറഞ്ഞെടുത്ത് മേൽഭാഗം വെന്തായിരുന്നു. അപ്പം ഞാൻ എടുത്ത് ഗൈസ്. അയ്യോ 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 നോക്കട്ടെ എന്തോന്നേ. അയ്യോ വെന്തിട്ടുണ്ട്. നോക്കട്ടെ ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കൂടെ ആയിട്ടുണ്ട്. നോട്ട് ഗൈസ് കുത്തട്ടെ. ഇത് തന്നെ പൊട്ടി ചതറിയൊക്കെ ഇരിക്കുന്നു. ഇതെന്തോ ഇത് ഇങ്ങനെയൊക്കെ ആവുന്നത് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. ഇവിടെ ഒരു കുഴപ്പമില്ല. നടുഭാഗത്തിന് എന്തോ പറ്റി. ഇവിടെയും ഒരു കുഴപ്പമില്ല. നടുഭാഗമാണ് പ്രശ്നക്കാരൻ. നോക്കട്ടെ ഗൈസ്. അവിടെയും ഒരു പ്രശ്നമില്ല. ഇവിടാണോ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. അപ്പം നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ടൊന്ന് എടുത്ത് നോക്കിയാലോ. ആകെ പ്രശ്നമാണല്ലോ ഗൈസ്. അയ്യോ എൻ്റെ പൊന്നെ കരിഞ്ഞോ ഈശ്വര. അയ്യോ കരിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ ഗൈസ്. ഒറ്റ കൈയും വെച്ച് ക്യാമറയും പിടിച്ച് നടക്കത്തില്ല ഗൈസ്. എന്തായാലും നിങ്ങളെ കാണിച്ചില്ലേ പറ്റൂ. ഇത് കരിഞ്ഞോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈസ്റ്റ് ചേർത്ത് 3 മുട്ടയും ചേർത്ത് 1 ഗ്ലാസ് മാവും 1/2 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് ഓയിലും ഒക്കെ ചേർത്ത് അടിച്ച് നമ്മൾ സാധാ കേക്ക് ആക്കാൻ നോക്കിയതാണ് ഗൈസ്. എന്തുവാണോ എന്തോ പോക്കറ്റ് ഗൈസ്. കരിഞ്ഞോന്ന് എനിക്കൊരു സംശയം. നല്ല കരിയും ഗൈസ്. പക്ഷേ നന്നാ വെന്തിട്ടുണ്ട് ഗൈസ്. ഹോട്ട് കേക്ക് എന്നും പറഞ്ഞുണ്ട്. ഇത്രയായപ്പം മര്യാദയ്ക്ക് എടുത്താൽ മതിയായിരുന്നു ഗൈസ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിനെ മുറിച്ച് റെഡിയാക്കി എടുക്കാം. കാണിക്കുക ഗൈസ്. ഇങ്ങനെ സെറ്റാക്കട്ടെ. നമുക്കിത് കൊച്ചു കഷ്ണമാക്കിയിട്ടേ എടുക്കുന്നതാണ് ഗൈസ് നല്ലത്. കൊച്ചു കഷ്ണമാക്കാം. എന്നാലും എൻ്റെ കേക്ക് പാത്രമേ. ആ കേക്ക് പാത്രത്തിൽ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ഇങ്ങനെയുള്ള തേപ്പ് കിട്ടുന്നത്. തേപ്പൻ കേക്ക് പാത്രമെന്ന് വേണം ഇടാൻ. ഇതിങ്ങനെ ഹോട്ടായി ഇരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ചൂടാണ്. ദണ്ട ആവി പോകുന്നേ. ഇരുന്ന് കുറച്ച് നേരം സെറ്റായിരുന്നെങ്കിൽ നല്ലതാവും. തണുക്കട്ട് ഗൈസ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് കാണിക്കുക. ഇതിപ്പം ശരിയാവട്ടെ ഗൈസ്. ഫ്ലഫിയായിട്ടൊക്കെ ഇരിക്കുന്നു ഇവിടെ. പക്ഷേ മുരിങ്ങേണ്ടിയാണ്. തണുക്കട്ട് ഗൈസ്. ഒരു കഷ്ണം എടുത്താലോ. എനിക്കതിന് കാപ്പി കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം. അയ്യോ ഒരു കുഴപ്പവും ഇല്ലതാ. ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഇച്ചിരി ഹാർഡായില്ലേ. എൻ്റെ തീയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കുറഞ്ഞു അതിൻ്റെയാ ഗൈസ്. അപ്പോൾ ഇതവിടെ ഇരുന്ന് തണുക്കട്ടി. ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോകുന്നു. ഇവിടെ അങ്ങ് ഇളക്കുമ്പോൾ സുന്ദരക്കുട്ടപ്പന അവിടെ ഇളക്കി കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഗൈസ് ഞാനൊരുവിധം ഇളക്കിയൊക്കെ വെച്ചു. ഇത് നല്ല മൊരിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അല്ലാതെ ഇതിന് ഭയങ്കര ചൂടാണ് ഹോട്ട് കേക്ക്. എപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കിയാലും ചൂടോടിട്ട് മുറിച്ച് നശിപ്പിക്കും. ഇളക്കി വെച്ചിട്ടുണ്ട്. ചൂട് അഡ്ജസ്റ്റ് ചെയ്യാതെ കേക്ക് ഞാൻ ആക്രാന്തം കാണിക്കരുത് ഗൈസ്. അപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ എന്തായാലും ഒരു കഷ്ണം വേണം. കുഞ്ഞിയായിട്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോഴേ ഗൈസ് എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് 2-3 മുട്ടയും ഇച്ചിരി ഓയിലും ഇച്ചിരി പഞ്ചസാരയും ഇച്ചിരി മാവും ഒക്കെ ചേർത്തങ്ങ് കേക്ക് ഉണ്ടാക്കി അങ്ങ് കഴിക്കണം ഗൈസ്. അപ്പോൾ ബൈ. ഞാൻ വെക്കട്ടെ ഗൈസ്. കേക്ക് വെച്ച് തരാം. എന്തോരം മണമാണെന്നറിയാം ഗൈസ്.